ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്നത്തെ എൻ്റെ കൃഷി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കപ്പ കൃഷി ചെയ്യുന്ന രീതിയാണ്. കപ്പ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് അല്ലേ? ചോറിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇന്ന് കപ്പയോട് നമുക്കുണ്ട് അല്ലേ? അതുപോലെ കപ്പയും മീൻകറിയും, കപ്പയും നല്ല ചുവന്നുള്ളിയൊക്കെ അരച്ചിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ചുവന്നുള്ളിയും കാന്താരിമുളകും ഒക്കെ കൂടി പുളിയൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തി, ഇതൊക്കെ പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ. ഇതൊക്കെ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എന്താ പറയാ, വൻകിട ഹോട്ടലുകളിൽ പോലും മെനുവില് പ്രഥമ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ കപ്പയും മീൻകറിയും കപ്പയും ചമ്മന്തിയും ഒക്കെ. അപ്പൊ നമുക്കത് കൃഷി ചെയ്ത് ഉണ്ടാക്കാം അല്ലേ? തികച്ചും ഓർഗാനിക് രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. മറ്റേ യൂറിയ ഒന്നും ചേർക്കാതെ തന്നെ, അങ്ങനെ രാസവളങ്ങളൊന്നും ചേർക്കാതെ കാലിവളങ്ങൾ മാത്രം വെണ്ണീറും നൽകിക്കൊണ്ട് നമുക്ക് കപ്പ കൃഷി ചെയ്യാം. ആ കൃഷി രീതിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു 4 തണ്ടെങ്കിലും കപ്പ നടാതിരിക്കില്ല. അത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ്. എത്ര കടുത്ത വേനലിനെയും അതിജീവിച്ച് വളരുന്ന ഒരു കൃഷി തന്നെയാണ് കപ്പ. അത് ഇപ്പൊ വേനൽക്കാലമാണ്. ഇപ്പൊ നട്ടാൽ നമ്മൾ നനച്ചു കൊടുക്കണം, നന്ന പോലെ നനച്ചു കൊടുക്കണം. ഈ കപ്പയുടെ തണ്ടിൽ നിന്ന് ഇറങ്ങുന്ന വേരുകളാണ് കിഴങ്ങായിട്ട്. കപ്പയ്ക്ക് പല സ്ഥലത്തും പല രീതിയിലാണ് പറയുക. കൊള്ളീന്ന് പറയും, പൂളാന്ന് പറയും, അങ്ങനെ കുറെ പേരുകളുണ്ട്. അത് ഈ തണ്ടിൽ നിന്ന് ഇറങ്ങുന്ന വേരുകളാണ് കപ്പക്കിഴങ്ങായിട്ട് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ അങ്ങനെ വളർത്തി ഉണ്ടാക്കി പറിച്ച് കട്ട് ചെയ്ത് കറി വെച്ച് നമുക്ക് കഴിക്കണം വേണ്ടേ? അപ്പൊ നമുക്ക് കൃഷി രീതി എങ്ങനെയെന്ന് കാണാം. ഓക്കെ, നമ്മുടെ കൃഷിയിടത്തിലെ പുല്ല് കളകളെല്ലാം ചെത്തി ഒരു ചാല് കീറിയിട്ട് ആ ചാലിനകത്ത് എല്ലാ കളകളെയും നന്നായി കുത്തി അമർത്തി നമ്മൾ ഇട്ട് കൊടുക്കാം. ഒരു കളകളും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. പിന്നീട് ഈ വാരങ്ങൾ കൂട്ടിയതിന് ശേഷം ഇതുപോലെ കുമ്മായം ഇട്ട് കൊടുക്കാം. മണ്ണൊക്കെ വെട്ടിയതിനകത്ത് ഇട്ടുക നമ്മള്. ഇനി കുമ്മായാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. കൊള്ളി കൃഷിക്ക് കുമ്മായം നല്ലപോലെ അത്യാവശ്യം തന്നെയാണ്. മണ്ണിന്റെ pH കറക്റ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുമ്മായം ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ കുമ്മായം വിതറി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 10 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ 10 ദിവസത്തെ ഇടവേളകളിൽ ഇടവിട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ വെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ വാരങ്ങളിലും നമ്മൾ ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ ശരിക്കും ഈ കുമ്മായം മണ്ണിൽ നല്ലപോലെ ഡൈല്യൂട്ട് ആവും. അതോടൊപ്പം തന്നെ മണ്ണിന്റെ pH കറക്റ്റ് ആവുകയും ചെയ്യും. കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ ഓരോ വാരത്തിലും വെള്ളം സ്പ്രേ ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇതിനകത്ത് കോഴിക്കാഷ്ടം വിതറി കൊടുക്കുകയാണ്. അതായത് കോരിയിൽ ഞാൻ കോഴിക്കാഷ്ടം എടുത്തിട്ട് ഓരോ വാരത്തിലും, ഇത് കമ്പോസ്റ്റ് ആക്കിയ കോഴിക്കാഷ്ടമാണ് കേട്ടോ. അതിന്റെ ഗ്യാസൊക്കെ കളഞ്ഞാൽ നേരിട്ട് കൂട്ടിൽ നിന്ന് കോഴിക്കാഷ്ടം എടുത്ത് ഇതിൽ കൊടുന്ന് ഇടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കറക്റ്റ് ആക്കിയിട്ടുള്ളതാ, ഗ്യാസൊക്കെ കളഞ്ഞിട്ടുള്ള കോഴിക്കാഷ്ടമാണ്. അത് ഇട്ട് കൊടുത്തിട്ട് ഓരോ വാരത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നനച്ചു വിട്ടാം. പിന്നീട് ഇതാ കപ്പ കമ്പുകൾ വെട്ടിയത് അതിങ്ങനെ ഓരോന്നും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നട്ട് വരാനായിട്ട് എളുപ്പത്തിലാണ് ഈ വാരത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാരത്തിലും ഞാനിങ്ങനെ ഇതുപോലെ ഇടുന്നുണ്ട്. ഇനി ഈ കമ്പ് ഇതാ കണ്ട് ആ ഒരു കമ്പ് ഇങ്ങനെ കുത്തി കൊടുത്ത് അമർത്തി കൊടുക്കുക. ഒന്ന് അധികം താഴ്ചയില് കൊള്ളിക്കമ്പ് കുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. കാക്ക പറക്കുമ്പോ ഇത് വീഴുമെന്നാണ് എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. അത്രയും ഇതിൽ താത്തണ്ടോ. ഇതെന്റെ കൊള്ളിത്തോട്ടാണ്. കുറെയൊക്കെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു. അടുത്തത് ഇനി പറിക്കാൻ തയ്യാറായി നിൽക്കുന്ന കപ്പകളാണ് ഇതെല്ലാം. കണ്ടില്ലേ, ഒരു കട കപ്പ പറിച്ചതാണ് ഈ കാണുന്നത്. നമുക്ക് അടുത്തതും കൂടി പറിക്കാം.
എന്റെ കപ്പ കൃഷിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? വളരെ ചെലവ് കുറഞ്ഞ് നല്ല രീതിയിൽ 4 കപ്പത്തണ്ട് കിട്ടിയാൽ കട്ട് ചെയ്ത് നട്ട് ഇനി എല്ലാവരും കൃഷി ചെയ്യും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ വീഡിയോകൾ കണ്ട എല്ലാവരും തന്നെ ഏത് വീഡിയോ ആണോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അതിൽ പലരും കൃഷി ചെയ്ത് വിജയിക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, നല്ല ആദായം അതുപോലെ തന്നെ നല്ല കായ്ഫലം ഒക്കെ അവർക്ക് ലഭിക്കുന്നുമുണ്ട്. ഒക്കെ എന്നെ വിളിച്ച് പറയുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കപ്പ കൃഷിയുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഒക്കെ എനിക്ക് തരണം. ആരും അതിനൊന്നും ഒരു പിശുക്കും കാണിക്കരുത്. എൻ്റെ കൂടെ തന്നെ എല്ലാവരും ഉണ്ടാവണം. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.